We have already discussed about IFRS. Next one is conceptual framework for IFRS. The framework means the foundation of accounting standards. A conceptual framework is comprised of theoretical framework or theoretical principles which provide the basis for the development of accounting standards. അതായത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഓരോ ഏരിയാസും അസറ്റ് ആയിരിക്കാം, ലയബിലിറ്റീസ്, റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആൻഡ് ഇക്വിറ്റി, വിച്ച് ഏരിയ അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള തിയററ്റിക്കലായിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. It involves the number of elements in the conceptual framework. First one, objective. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റീവിറ്റിയോട് കൂടിയാണ് ഒരു കാര്യം നമ്മളത് ലീഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റീനെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വ്യൂ പോയിൻറ്റിൽ ഹൗ ടു പ്രസൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ലെവലിൽ എങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് നമുക്ക് അസർട്ടൈൻ ചെയ്യണം, അതാണ് ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, യൂസേഴ്സ്. എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. യൂസേഴ്സ് ഇൻക്ലൂഡ്സ് പബ്ലിക്, ഗവൺമെൻറ്, സപ്ലയേഴ്സ്, lenders, shareholders, management and etc. Next, underlying assumption. എപ്പോഴും കൺസെപ്ഷൻ ഫ്രെയിംവർക്കിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്ന അസംഷൻ എന്ന് പറയുന്നത് എക്രൂവൽ ബേസിസും അതുപോലെ തന്നെ ഗോയിങ് കൺസേണും. ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, സോ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഏത് IFRS നമ്മളത് ഏത് സ്റ്റാൻഡേർഡ് നമ്മളത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ ക്വാളിറ്റേറ്റീവായിട്ട് അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. മെറ്റീരിയാലിറ്റി, അതായത് നമുക്ക് ഓരോ ടേം നമ്മളവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനുള്ള എവിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് വൺ, ദ എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് എ പാർട്ട് ഓഫ് കൺസംഷൻ ഫ്രെയിംവർക്ക്. അതായത് ഓരോ ഏരിയ നമുക്കതിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ലെവലിൽ നമുക്കതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കും, അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ഏരിയനും. അതാണ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ് ആൻഡ് ഇക്വിറ്റി. ഇങ്ങനെ 5 ഹെഡുകളായിട്ടാണ് നമ്മുടെ കൺസെപ്ഷൻ ഫ്രെയിംവർക്കിൻ്റെ ഓരോ എലമെൻറ്റ്സും ഡിവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ദ റെക്കഗ്നേഷൻ ആൻഡ് മെഷർമെൻറ്റ്. So last 2 points is most important, that is elements of financial statements and recognition and measurement. So we discuss financial statements, assets and liabilities. എന്താണെന്ന് ഓൾറെഡി അറിയാം. അതായത് അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് സെക്യൂർഡ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ടേംസ് ആണ്, അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ്സ്. ആൻഡ് ലയബിലിറ്റീസ് ഈസ് ഒബ്ലിഗേഷൻ. കമ്പനിക്ക് കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടായിരിക്കാം, അതായത് ഒബ്ലിഗേഷൻ ആയിട്ടുള്ള ലോണുകളായിരിക്കാം, ഷെയർ ക്യാപിറ്റലായിരിക്കാം, അതൊക്കെ നമുക്ക് കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങളാണ്. സോ ആ ഒരു ഒബ്ലിഗേഷൻ ഈസ് ടേം ആസ് ലയബിലിറ്റീസ്. നെക്സ്റ്റ്, ഇക്വിറ്റി ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നെക്സ്റ്റ്, റവന്യൂ. കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെയിലാണ്, സെയിൽ ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് റവന്യൂ എന്ന് നമ്മളത് റെക്കഗ്നൈസ് ചെയ്യുന്നു. നെക്സ്റ്റ്, എക്സ്പെൻസസ്. ഈ ഒരു സെയിൽസ് ആൻഡ് സർവീസസ് നമുക്ക് വരുമ്പോൾ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സെയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോസ്റ്റ് വരും, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതാണ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ടേം ചെയ്യുന്നത്. ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇതൊക്കെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് എഴുതുക. ഇനിയുള്ളതാണ് മെയിനായിട്ട് പോയിന്റുകൾ. റെക്കഗ്നേഷൻ. The recognition is a process of recording an item in the financial statements. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് ആദ്യമേ തന്നെ അത് റെക്കഗ്നൈസ് ചെയ്യണം, അത് അസറ്റാണ്. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിലേതാണ് വിച്ച് എലമെൻറ്റ് ഈസ് എക്സ്പെൻസ്, വിച്ച് എലമെൻറ്റ് ഈസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, അത് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഇനീഷ്യൽ റെക്കഗ്നേഷൻ. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് എന്ന പോലെ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. സോ അതെങ്ങനെ ഓരോ ഐറ്റം, അതായത് ഓരോ ഫിനാൻഷ്യൽ എലമെൻറ്റ്സും എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, അസറ്റ്. ദ ഇൻഫ്ലോ ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഈസ് എൻറ്റിറ്റി. അതായത് ഒരു കമ്പനിക്ക് വരുന്ന ഇൻഫ്ലോസ്
അതാണ് അസറ്റുകൾ. സോ ലയബിലിറ്റി എന്തായിരിക്കും? ഔട്ട്ഫ്ലോ ആയിരിക്കും. അതായത് കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ് ഇക്കോണമിക് ബെനിഫിറ്റ് ടു ദ എൻറ്റിറ്റി. അതാണ് അസറ്റ്. അതുപോലെ തന്നെ ലയബിലിറ്റി. ഇനി റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അസറ്റിനെ ഇൻക്രീസ് ചെയ്യുക. അസറ്റ് എന്ന ആ ഒരു എലമെൻറ്റിന് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്, അത് നമുക്ക് റവന്യൂ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ലയബിലിറ്റിനെ ഡിക്രീസ് ചെയ്യുന്നതും അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം റവന്യൂ ആണ്. ഇനി എക്സ്പെൻസ് ആണെങ്കിൽ അസറ്റിനെ ഡിക്രീസ് ചെയ്യുക, ലയബിലിറ്റിനെ കൂട്ടുക, അപ്പോഴാണ് അത് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് റെക്കഗ്നേഷൻ എന്നൊരു ടേമിൽ വരുന്നത്. നമ്മൾ റെക്കഗ്നേഷൻ വരുന്നൊരു പ്രോസസ്സാണ്, അതായത് റെക്കോർഡിംഗ് ആണ്. അത് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുള്ളൂ. അസറ്റ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലോ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് കമ്പനിക്കുള്ളിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അസറ്റുകൾ. ഇനി ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഔട്ട്ഫ്ലോ ആയിട്ടുള്ള ഇക്കണോമിക് ബെനിഫിറ്റ്സ് ആണ് ലയബിലിറ്റീസ്. റവന്യൂ എന്ന് പറയുന്നത് അസറ്റിനെ ഇൻക്രീസ് ചെയ്യുക, ലയബിലിറ്റിനെ കുറയ്ക്കുക. സോ വി ക്യാൻ കോൾ റവന്യൂസ്. എക്സ്പെൻസ് ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് ലയബിലിറ്റി കൂട്ടി അസറ്റ് കുറയ്ക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഇത് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് വാല്യൂ അസൈൻ ചെയ്യണം. അതെങ്ങനെയാണ് ഓരോ വാല്യൂ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? ഏത് വാല്യൂ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? മാർക്കറ്റ് വാല്യൂ ആണോ, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ആണോ, കറൻറ്റ് വാല്യൂ ആണോ? അതിനുള്ള മെഷർമെൻറ്റ് ടേംസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ മെഷർമെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈൻ ദ മോണിറ്ററി എമൗണ്ട് അറ്റ് വിച്ച് എലമെൻറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് ക്യാരിഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ അതിനൊരു മോണിറ്ററി വാല്യൂ ഉണ്ടായിരിക്കണം. ആ വാല്യൂ ആണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 കാറ്റഗറിയാണ് ഈ മെഷർമെൻ്റ് ഉള്ളത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അതായത് പാസ്റ്റ് ഡാറ്റ, അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. കറൻറ്റ് കോസ്റ്റ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ. റിയലൈസബിൾ മീൻസ് സെയിൽ ചെയ്ത വാല്യൂ ആണ് പറയുന്നത്, നെറ്റ് റിയലൈസബിൾ വാല്യൂ. ആൻഡ് ലാസ്റ്റ് വൺ പ്രസൻറ്റ് വാല്യൂ. ഈ 4 മെഷർമെൻ്റാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ മെഷർമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മീൻസ് എപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ എത്രയായിരുന്നു അതിൻ്റെ വാല്യൂ, അതായത് മുന്നേ റെക്കോർഡ്, അതായത് ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാല്യൂ ആണ്. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അസറ്റിനും ലയബിലിറ്റിയിലും അങ്ങനെ തന്നെ. നെക്സ്റ്റ് വൺ കറൻറ്റ് കോസ്റ്റ്. കറൻറ്റ് കോസ്റ്റ് മീൻസ് പ്രസൻ്റ്ലി, അതായത് ഇപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്കാണ് നമ്മൾ അതിനെ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നത്, അതായത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. അതാണ് കറൻറ്റ് കോസ്റ്റിൽ വരിക. അതാണ് ലയബിലിറ്റീസിലും റെക്കോർഡ് ചെയ്യുന്നത്. ഇത് കറൻ്റ്ലി നമുക്ക് വന്നിട്ടുള്ള ഒബ്ലിഗേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ആണ് കറൻറ്റ് കോസ്റ്റിൽ വരുന്നത്. നെറ്റ് റിയലൈസബിൾ വാല്യൂ അസറ്റിൻ്റെ കേസിൽ നമുക്ക് എത്ര എമൗണ്ട് സെയിൽ ചെയ്തപ്പോൾ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ അസറ്റിൻ്റെ കേസിൽ. ലയബിലിറ്റിയിൽ നമുക്കതൊക്കെ വന്നിട്ടുള്ള എക്സ്പെൻസുകൾ, അതായത് ആ ഒരു സെയിൽ നടക്കുമ്പോൾ, അതായത് അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു എക്സ്പെൻസാണ് നമ്മൾ ലയബിലിറ്റി ആയിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്യും. ലാസ്റ്റ് വൺ പ്രസൻറ്റ് വാല്യൂ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, പണ്ട് 50 പൈസ 25 പൈസയൊക്കെ ആയിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത്. അത് ഫ്യൂച്ചറിൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞു വന്നു. അപ്പോൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് പ്രസൻറ്റ് വാല്യൂവിനെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യും. അതായത് 1 രൂപയ്ക്ക് അത് ഫ്യൂച്ചറിൽ എത്രയാണോ വാല്യൂ വരുന്നത്, ആ ഒരു പ്രോസസ്സാണ് പ്രസൻറ്റ് വാല്യൂ. അതായത് ഫ്യൂച്ചറിൽ നമ്മളത് ഡിസ്കൗണ്ട് ചെയ്യും വാല്യൂവിനെ. അപ്പോൾ ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ, അതായത് പാസ്റ്റ് ഡാറ്റ, അതായത് പാസ്റ്റ് കോസ്റ്റ് എത്രയായിരുന്നു അതാണ് നമ്മളത് അസറ്റിലും ലയബിലിറ്റിയിലും റെക്കഗ്നൈസ് ചെയ്യുന്നു. കറൻറ്റ് കോസ്റ്റ്, അതായത് ഇപ്പോൾ എത്ര രൂപയ്ക്കാണ് അല്ലെങ്കിൽ എത്ര ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ് നമ്മളത് വന്നിട്ടുള്ളത്, അത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, അതായത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നെക്സ്റ്റ് റിയലൈസബിൾ വാല്യൂ, സെയിൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ആണ് റിയലൈസ് ചെയ്തിട്ടുള്ളത്, ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണ് അസറ്റ്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന് വന്നിട്ടുള്ള റിയലൈസ് ചെയ്യാൻ വന്നിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ വാല്യൂ അസൈൻ ചെയ്യുക. ലാസ്റ്റ് വൺ പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ മീൻസ്
ഡിസ്കൗണ്ട് ചെയ്യും നമ്മൾ, അതായത് ഇന്നത്തെ വിലേനെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് അത് ഡിസ്കൗണ്ട് ചെയ്തെടുക്കും. അങ്ങനെ 4 പ്രോസസ്സിലാണ് നമ്മളത് മെഷർ ചെയ്ത് പോകുന്നത്, അതായത് മോണിറ്ററി വാല്യൂസ് അസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രസൻറ്റേഷൻ. നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഫോളോ അപ്പ് ഉണ്ട്, എങ്ങനെ നമ്മളത് ചെയ്യണം. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും IFRS ഓരോ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന സ്റ്റാൻഡേർഡ്, അതായത് IFRS 1, IFRS 2 എന്ന് പറഞ്ഞിട്ട് പല സ്റ്റാൻഡേർഡുകളുണ്ട്. ആ ഓരോ സ്റ്റാൻഡേർഡും എങ്ങനെ നമ്മളത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നെക്സ്റ്റ്, കൺസിസ്റ്റൻസി, മെറ്റീരിയാലിറ്റി, ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. ഓഫ് സെറ്റിങ്, കമ്പാരിറ്റീവ് ഇൻഫോർമേഷൻ മീൻസ് നമുക്ക് ഒരു കമ്പനീനെ മറ്റൊരു കമ്പനിയായിട്ട്, അതായത് ഇൻട്രാ ഫേം കമ്പാരിസൺ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ ഒരു പ്രസൻറ്റേഷനിലാണ് കൂടുതൽ പറ്റുന്നത്. ഒരു കമ്പനി പല രീതിയിലും, അതായത് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് അതായത് അസറ്റിനുള്ളിൽ തന്നെ ലയബിലിറ്റി റെക്കോർഡ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കൊരു കമ്പാരിറ്റബിൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു സ്ട്രക്ചേർഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കത് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻസ്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ, ചേഞ്ച് ഇൻ ഇക്വിറ്റി, ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ആയിരുന്നു നോട്ട്സ് ടു അക്കൗണ്ട്സ്. അതിൻ്റെ മോർ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. അപ്പോൾ ഇതൊക്കെ ഓരോ കാര്യങ്ങളും എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എവിടെയാണ് അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്, എവിടെയാണ് റവന്യൂ റെക്കോർഡ് ചെയ്യേണ്ടത്, ഇൻ കേസ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എവിടെ റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ കണ്ടീജൻ്റ് ലയബിലിറ്റീസ് വരും. ആ കണ്ടീജൻ്റ് ലയബിലിറ്റീസ് വരുമ്പോൾ, അതായത് ഒന്നിലും പെടാതെ വരുന്ന ഫുഡ് നോട്ട്സ് ആണ് നമ്മൾ പറയുക കണ്ടീജൻ്റ് ലയബിലിറ്റീസ്. അതെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ എല്ലാം കാര്യങ്ങളാണ് ഈ ഒരു പ്രിൻസിപ്പിൾസിൽ അവർ പറയാം. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്ക്ലോസ് ചെയ്യുക നമുക്ക്, അല്ല ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ വന്നു, ആ ട്രാൻസാക്ഷൻ വന്നതിന് നമുക്കൊരു എവിഡൻസ് വേണം, അത് നമുക്ക് മെറ്റീരിയലിറ്റി. അതുപോലെ തന്നെ സമ്മറി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, അതായത് ഏത് അക്കൗണ്ടിങ് പോളിസിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്. അതുപോലെ തന്നെ ഷെയർസ് ആൻഡ് റിസേർവ്സ് ചിലപ്പോൾ ട്രാൻസ്ഫർ വരും, അതുപോലെ തന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരും, സർപ്ലസുകൾ. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ, അതിൽ എത്ര ഓതറൈസ്ഡ് ക്യാപിറ്റൽ, പെയ്ഡപ്പ് ക്യാപിറ്റൽ, ഇതൊക്കെ എങ്ങനെ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതിന് ഡിവിഡൻറ്റ്, ഇൻട്രീം ഡിവിഡൻറ്റ് ഉണ്ട്, പ്രൊപ്പോസൽ ഡിവിഡൻറ്റ് ഉണ്ട്, അൺക്ലെയിംഡ് ഡിവിഡൻറ്റ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അത് ഡിക്ലെയർ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഡിസ്ക്ലോഷർ ആൻഡ് അതർ ഇൻഫോർമേഷൻ, അതായത് എക്സ്ട്രാ വരുന്ന മിസലേനിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ. ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസ്ക്ലോഷർ. മെയിനായിട്ട് നിങ്ങളതിൽ പഠിക്കേണ്ടത് ഇതൊരു എസ്സേ ടൈപ്പായിട്ടാണ് വരാറ്. അതായത് റെക്കഗ്നീഷൻ, അതായത് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്, ആ കൺസെപ്ഷൻ ഫ്രെയിംവർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്, 5 കാറ്റഗറി. അതിൻ്റെ റെക്കഗ്നീഷൻ, മെഷർമെൻറ്റ്, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെയാണ് ഒരു കമ്പനി അവരുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അവരുടെ ഓരോ പോളിസീസും ട്രാൻസാക്ഷൻസും എങ്ങനെ റെക്കോർഡ് ചെയ്യണം, ഇത് ഡിസ്ക്ലോസ് ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നിങ്ങളത് ഒരു എസ്സേ പോലെ പഠിക്കണം, കാരണം അത് ചോദിക്കാറുള്ളതാണ്, എന്തായാലും ഈ ക്വസ്റ്റ്യൻ വരും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ കൺസെപ്ഷൻ ഫ്രെയിം വർക്ക് ഇസ് റിലേറ്റഡ് ടു IFRS.